കണ്ണൂർ ചുവപ്പിന്റെ കോട്ടയെന്ന് CPIM അവകാശപ്പെടുന്ന മണ്ണ്. പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ തിരുമുറ്റത്ത് ഒരു ക്ഷേത്രോത്സവത്തിന്റെ ഗാനമേളയ്ക്കിടയിൽ RSSന്റെ ഗണഗീതം മുഴങ്ങുന്നു. ഡിവൈഎഫ്ഐക്കാർ പിന്നീട് പ്രതിഷേധിക്കുന്നുണ്ടാകാം. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം മറ്റൊന്നാണ്. CPIMന്റെ ഈ ഉരുക്കുകോട്ടയിൽ കയറി ഗണഗീതം പാടാൻ മാത്രം BJPക്ക് ഇവിടെ ആര് വളമിട്ടു? BJP നേരിടുമെന്ന് പുറമെ പറയുകയും എന്നാൽ താഴെത്തട്ടിൽ അവർക്ക് വളരാൻ പാകത്തിൽ ഇടമൊരുക്കി കൊടുക്കുകയും ചെയ്യുന്ന വിചിത്രമായ രാഷ്ട്രീയമാണ് CPIM കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ BJP ഒരു ബി ടീമായിട്ട് CPIM ഉപയോഗിക്കുന്നു. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കണ്ണൂരിലെ ഈ സംഭവം. ഭരണ തുടർച്ചയ്ക്കും രാഷ്ട്രീയ ലാഭത്തിനുമായി സംഘപരിവാർ ശക്തികളുമായി CPIM ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രഹസ്യധാരണകൾ കേരളത്തിന് മഹാവിപത്താണ്. പോലീസും സംവിധാനങ്ങളും കയ്യിലുണ്ടായിട്ടും പരസ്യമായിട്ട് വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് RSSന് ധൈര്യം ലഭിക്കുന്നത് ഭരണകൂടത്തിന്റെ നിശബ്ദമായ പിന്തുണ ഉള്ളതുകൊണ്ടാണ്. കേരളത്തിന്റെ മതേതര മനസ്സിനെ വർഗീയമായി വിഭജിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ആ വളർച്ചയ്ക്ക് CPIM വഴിമരുന്നിടുമ്പോൾ തകരുന്നത് നമ്മുടെ നാടിന്റെ ഒരുമയാണ്. മുത്തപ്പന്റെ മണ്ണിൽ നടന്നത് വെറുമൊരു പാട്ടുപാടലല്ല, മറിച്ച് CPIM ഒരുക്കി കൊടുത്ത മണ്ണിൽ BJP നടത്തുന്ന പരീക്ഷണമാണ്. ചുവപ്പ് കാവിയാകുന്നു. CPIM ഗ്രാമങ്ങളിൽ നിന്നും വലിയ തോതിൽ പ്രവർത്തകർ BJPയിലേക്ക് പോകുന്നത് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന ആക്ഷേപം ശക്തമാകാം. പല സംഭവങ്ങളും നടന്നപ്പോൾ തടയാതെ പിന്നീട് പ്രതിഷേധങ്ങൾ എന്ന പേരിൽ നാടകം കളിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന്. മുത്തപ്പൻ ക്ഷേത്രം എല്ലാ മതസ്ഥരും എത്തുന്ന ഒരിടമാണ്. അവിടെ രാഷ്ട്രീയ വർഗീയ ഗീതങ്ങൾ കൊണ്ടുവരുന്നത് ക്ഷേത്രത്തിന്റെ പരിശുദ്ധി കെടുത്താനാണെന്ന് പറയാം. കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ BJP വളരണമെന്നത് CPIMന്റെ ഒരു രഹസ്യ അജണ്ടയാണ്. വോട്ടുകൾ ഭിന്നിപ്പിക്കാനും ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി തങ്ങൾക്കൊപ്പം നിർത്തുവാനും CPIM തന്നെ ഒരുക്കിക്കൊടുത്ത സ്പേസ് ആണ് ഇന്ന് BJP ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ ക്ഷേത്രമുറ്റങ്ങളിൽ കാവി പടരുന്നത് CPIM അറിയാതെയല്ല, മറിച്ച് അവരുടെ കൃത്യമായ രാഷ്ട്രീയ തിരക്കഥയുടെ ഭാഗമാണ്. ഇന്ന് ഗണഗീതം പാടി തുടങ്ങിയവർ നാളെ ഈ നാടിന്റെ സമാധാനം തകർക്കും. CPIMന്റെ തണലിൽ BJP നടത്തുന്ന ഈ വളർച്ച കേരളത്തിന്റെ മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നത് തന്നെയാണ്. ഇതാ ഒരു തുടക്കം മാത്രം. CPIMന്റെ കോട്ടകളിൽ BJP പയറ്റുന്ന ഈ പരീക്ഷണങ്ങൾ കേരളത്തിന്റെ ഭാവി ഇരുളടഞ്ഞതാക്കും. വർഗീയ ശക്തികൾക്ക് വളമിട്ട് കൊടുക്കുന്ന ഈ CPIM BJP അന്തർധാര നാം തിരിച്ചറിയേണ്ടതുണ്ട്. സ്വന്തം ലാഭത്തിന് വേണ്ടി നാടിനെ വർഗീയതയ്ക്ക് വിട്ടുകൊടുക്കുന്ന രാഷ്ട്രീയ നെറുകേടിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം.